മുതിർന്ന CPI നേതാവ് കെ ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തു. പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലാണ് നടപടി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. അതേസമയം പാർട്ടിയുടെ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കെ ഇസ്മായിൽ പ്രതികരിച്ചു. നടപടി നേരിട്ടാലും കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാനലുകളിൽ എന്നെക്കുറിച്ചൊരു വാർത്ത കാണാൻ ഇടയായി. ചില സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ചാനൽ വെച്ചത്. നോക്കിയപ്പോൾ എല്ലാ ചാനലിലും ആ വാർത്തയുണ്ട്. ആ വാർത്തയെ എൻ്റെ ശ്രദ്ധയിലുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർത്തമാനവും ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 55 കൊല്ലമായിട്ട് പാർട്ടി 55ാമത്തെ വർഷം 1955 മുതൽക്ക് തുടങ്ങിയതാണ്. 70 കൊല്ലമായി. ഞാനിപ്പോഴും എപ്പോഴും പാർട്ടിയാണ്, മരിക്കുന്നവരെയും പാർട്ടി. സ്റ്റെഫിൻ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടത്തിയ പ്രതികരണങ്ങളാണോ ഒരു നടപടിയിലേക്ക് മുതിർന്ന നേതാവിനെതിരെ വഴിവെച്ചിരിക്കുന്നത്? കെ ഇസ്മായിലിന്റെ പ്രതികരണവും പിന്നീട് ഇനിയിപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ കൂടി സ്വാഭാവികമായ നടപടിയുടെ ഭാഗമായിട്ടൊക്കെ അറിയിപ്പ് വരണമല്ലോ. പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമായിരിക്കുമല്ലേ? പ്രജീഷ്, ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത്. അല്പം മുമ്പ് LDF യോഗത്തിനെത്തിയ ബിനോയ് വിശ്വത്തോട് നമ്മൾ ഈ കാര്യം ചോദിച്ചിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറിയോട് ഈ കാര്യം ചോദിക്കുമ്പോഴും അദ്ദേഹം LDF യോഗത്തിന് ശേഷം പാർട്ടി ഓഫീസിൽ കാണാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇനി ഏതായാലും ആദ്യം അവരുടെ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴും ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ പ്രതികരിക്കാൻ ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. LDF യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഒരു പക്ഷേ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇത് നേരത്തെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യമാണ്. കാരണം പി രാജുവിൻ്റെ മരണത്തിന് പിന്നാലെ പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിലപാടാണ് കെ ഇസ്മായിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം പി രാജുവിനെ ചതിച്ചവർ പാർട്ടിയിലുണ്ട് എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം. പിന്നിൽ നിന്ന് കുത്തിയവർ പാർട്ടിയിലുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതിന് പോലും കുടുംബം വിസമ്മതിച്ചു. അതിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാടാണ് കെ ഇസ്മായിൽ എടുത്തത്. ഒപ്പം തന്നെ പാലക്കാടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ളൊരു എതിർപ്പ് കെ ഇസ്മായിലിനെതിരെ പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം സേവ് പാലക്കാട് എന്നുള്ള ഫോറം അതൊക്കെ രൂപീകരിച്ചു. അതിന് നേതൃത്വം നൽകിയതൊക്കെ അത്തരത്തിലുള്ള വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകിയത് കെ ഇസ്മായിൽ എന്ന പരാതികൾ ഉണ്ട്. അതോടൊപ്പം എറണാകുളത്തെ ജില്ലാ കമ്മിറ്റിയും ഈ പി രാജുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതായാലും നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്.